ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടൽക്കാറ്റിന്റെ ഈരടികൾക്കൊപ്പം ഒഴുകിയെത്തുന്ന അമ്മേ ശരണം വിളികൾ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന മണ്ണ്. ഇവിടെ വിഗ്രഹമില്ല, പകരം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ പുറ്റുണ്ട്. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഭക്തിയുടെ മഹാസംഗമ ഭൂമിയായ മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിന്റെ വിസ്മയിപ്പിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. പണ്ട് കന്നുകാലികളെ മേയ്ക്കാൻ വന്ന കുട്ടികൾ ഒരു ചിതർപുറ്റിൽ നിന്നും പാൽ വരുന്നത് കണ്ടു എന്നാണ് ഇവിടുത്തെ പ്രധാന ഐതിഹ്യം. ആ പുറ്റ് വെട്ടിമാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് രക്തം ഒഴുകിയതായും അവിടെ ദേവി ചൈതന്യമുണ്ടെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞതായും പറയപ്പെടുന്നു. നാം ഇന്ന് കാണുന്ന 12 അടിയോളം ഉയരമുള്ള ചിതർപുറ്റാണ് അമ്മയുടെ രൂപമായി ആരാധിക്കുന്നത്. ഓരോ വർഷവും ഈ പുറ്റ് അല്പം വളരുന്നുണ്ട് എന്നാണ് ഭക്തരുടെ വിശ്വാസം. എന്തുകൊണ്ടാണ് മണ്ടക്കാടിനെ സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നത്? ശബരിമലയിൽ പുരുഷന്മാർ 41 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി മല ചവിട്ടുന്നത് പോലെ ഇവിടെ സ്ത്രീകൾ കഠിനമായ വ്രതശുദ്ധിയോടെ അമ്മയെ കാണാൻ എത്തുന്നു. കറുത്ത വസ്ത്രം ധരിച്ച് തലയിൽ ഇരുമുടിക്കെട്ടുകളുമായി അമ്മേ ശരണം ദേവീ ശരണം വിളികളുമായി ഒഴുകിയെത്തുന്ന 10,000-കണക്കിന് സ്ത്രീ ഭക്തർ മണ്ടക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ്. കുംഭമാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് ലോക പ്രശസ്തമായ മണ്ടക്കാട് കുട. ഈ ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം മണ്ടക്കാട് കുടകൾ തന്നെയാണ്. ഭക്തർ ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഐശ്വര്യത്തിനായി വലിയ വട്ടക്കുടകൾ ദേവിക്ക് സമർപ്പിക്കുന്നു. കുടപൂജയും യുവസംബന്ധമായ വലിയ പടയപ്പും ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളാണ്. 10 ദിവസത്തെ ഈ ഉത്സവം കാണാൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ സംസ്കാരവും ഇത്തരം പുണ്യപുരാതനവുമായ വിശേഷങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഊർജം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമേ മണ്ടക്കാടിനുള്ളൂ. ദേശീയപാത 66 വഴി വരുന്ന നെയ്യാറ്റിൻകര കടന്ന് നാഗർകോവിൽ റൂട്ടിൽ യാത്ര ചെയ്താൽ എളുപ്പത്തിൽ ഇവിടെ എത്താൻ പറ്റും. മണ്ടക്കാട് പായസവും മുടി അളക്കലും ഇവിടത്തെ പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള കടൽത്തീരത്ത് കുറച്ചു നേരം ചിലവഴിക്കുന്നത് മനസ്സിന് വലിയൊരു ശാന്തി നൽകും. മണ്ടക്കാട് അമ്മയുടെ ഈ പുണ്യഭൂമിയിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും മണ്ടക്കാട് ദർശനത്തിന് ഇതൊരു വഴികാട്ടിയാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അപൂർവമായ ക്ഷേത്ര വിശേഷങ്ങളും യാത്രാ വിവരങ്ങളും ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള വലിയൊരു പ്രോത്സാഹനമാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അമ്മേ ശരണം ദേവീ ശരണം. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.